ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ അതിൻ്റെ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. രണ്ട് രീതിയിൽ നമ്മൾ പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പഠിച്ചു. ഇനി ഒരു മെത്തേഡ് കൂടെ ഉണ്ട് പി എച്ച് കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഇ എം എഫ് മെത്തേഡ് ഓർ പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതായത് പി എച്ച് ഓഫ് എ സൊല്യൂഷൻ യൂസിങ് ഇ എം എഫ് മെത്തേഡ്. ഓക്കെ, ഇത് ആക്ച്വലി ചെയ്യുന്നത് ശരിക്കും ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് ചെയ്യാം എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് മുന്നേ അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നൊക്കെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ പണ്ടൊക്കെ +2 പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ എന്താ ശരിക്കും? ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം വയർ കണക്റ്റഡ് ടു എ പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഒരു പ്ലാറ്റിനം വയർ കാണും, അതൊരു പ്ലാറ്റിനം ഇലക്ട്രോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ആൻ അക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് H+ അയോൺസ്. ഒരു H+ അയോൺസ് ഉള്ള ഒരു അക്വസ് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കും ഇതുണ്ടാവുക. ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. തീർന്നില്ല, പിന്നെ അതിനകത്ത് പിന്നെ ആരും കൂടെ കാണും, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസിന് ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഇതിലുണ്ടായിരിക്കും. ഇതെല്ലാം ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇത് കണ്ട് പേടിക്കണ്ട, സാധനം സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെ, അത് നോക്കിയേ, അതിനകത്തൊരു ക്ലിയർ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു പ്ലാറ്റിനം വയറുണ്ട്. ഓക്കെ, ആ പ്ലാറ്റിനം വയറിൻ്റെ താഴെയായിട്ട് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ദിസ് ഈസ് ഡിപ്ഡ് ഇൻ H+, 1 മോളാർ H+ സൊല്യൂഷൻ. ഓക്കെ, H+ അയോൺസ് തരുന്ന സൊല്യൂഷൻസിനകത്ത് ഏതെങ്കിലും ഒരു അക്വസ് HCl-നകത്തോ എന്തിനകത്തെങ്കിലും ആയിരിക്കും അത് ഡിപ്പ് ചെയ്തിരിക്കുക. ദെൻ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഒന്നുകൂടെ ഉണ്ട്, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഹിയർ ദ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ് അറൗണ്ട് ദ പ്ലാറ്റിനം ഇലക്ട്രോഡ്. പ്ലാറ്റിനം ഇലക്ട്രോഡിനകത്തേക്ക് ഈ ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ദെൻ at the electrode the hydrogen can or hydrogen gas can either be oxidized to form H+ ions or H+ ions can be reduced to form hydrogen gas. ആ ഇലക്ട്രോഡിൽ എന്ത് സംഭവിക്കാം? ഒന്നുകിൽ വരുന്ന H+ അയോണുകൾ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹൈഡ്രജൻ ഗ്യാസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് H+ അയോണുകളായിട്ട് മാറാം. ഇത്തരത്തിലൊരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനാണ് ഈ പറഞ്ഞ പ്ലാറ്റിനം ഇലക്ട്രോഡിൽ സംഭവിക്കുക. ശരിക്കും അപ്പം നമുക്കതിന് എങ്ങനെ ഈ രണ്ട് റിയാക്ഷൻ അത് നമുക്ക് എങ്ങനെ എഴുതാം? H2 ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് H2 ഗ്യാസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2H++ 2 ഇലക്ട്രോൺ. അതായത് H2 ഗ്യാസ് 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി H+ അയോണുകളായിട്ട് മാറുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ 2H++2 ഇലക്ട്രോൺ വരുന്ന 2 ഇലക്ട്രോണുകളെ H+ അയോണുകൾ അക്സെപ്റ്റ് ചെയ്തിട്ട് H2 ഗ്യാസായിട്ട് മാറുന്ന റിഡക്ഷൻ റിയാക്ഷൻ. ഈ രണ്ട് റിയാക്ഷനാണ് ആ ഇലക്ട്രോഡിൽ പ്ലാറ്റിനം ഇലക്ട്രോഡിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനാണ് അവിടെ സംഭവിക്കുക. അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0, ദാറ്റ് ഈസ് 0. E0 വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു അതുകൊണ്ട് നമുക്കിതിനൊരു റെഫറൻസ് ഇലക്ട്രോഡായിട്ട് പറയാം. ഇറ്റ് സെർവ്സ് ആസ് എ റെഫറൻസ് ഇലക്ട്രോഡ് ആൻഡ് ദെൻ ദ ഹാഫ് സെൽ, ഫുൾ സെൽ ആയിട്ടില്ല, ഹാഫ് സെല്ലേ ആയിട്ടുള്ളൂ. അപ്പം then നമുക്ക് ആ ഹാഫ് സെൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? PT ഇതിനകത്തുള്ള ആൾക്കാരെ എഴുതുന്നതാണ് നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? പ്ലാറ്റിനം PT സോളിഡ് സ്റ്റേറ്റിൽ PT ഇലക്ട്രോഡ് ഉണ്ടല്ലോ, പ്ലാറ്റിനം സോളിഡ് സിംഗിൾ ബാർ, then H2 gas in 1 atmospheric pressure bar H+ in aqueous solution. ഇത് ഇത്രയും എഴുതുന്നതാണ് നമ്മുടെ ഹാഫ് സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ഒരാളും കൂടെ ഉണ്ട്, കലോമൽ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ എന്താണെന്ന് അറിയണം. ഇത് ഒരു അനദർ റെഫറൻസ് ഇലക്ട്രോഡ്. ഓക്കെ, ദെൻ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ രീതിയിലാണ് കലോമൽ ഇലക്ട്രോഡ് ഇരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയായിരിക്കും? അതും ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെസൽ ഉണ്ടായിരിക്കും. ആ ഗ്ലാസ് വെസലിനുള്ളിൽ സാച്ചുറേറ്റഡ് കലോമൽ സൊല്യൂഷൻ ഉണ്ടാവും.
ഓക്കെ, അതിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും സാച്ചുറേറ്റഡ് കലോമൽ സൊല്യൂഷൻ കാണും. ദെൻ ഈ സാച്ചുറേറ്റഡ് കലോമൽ സൊല്യൂഷൻ ഓക്കെ അതിനുള്ളിലായിട്ട് പിന്നെ ഒരു പ്ലാറ്റിനം വയർ ഉണ്ടായിരിക്കും. ദെൻ പ്ലാറ്റിനം വയർ എന്തിനകത്തായിരിക്കും ഡിപ്പ് ചെയ്തിരിക്കുന്നത്? ഒരു പേസ്റ്റ് ഓഫ് മെർക്കുറി ആൻഡ് മെർക്കുറി ക്ലോറൈഡ് പേസ്റ്റിനുള്ളിൽ ഡിപ്പ് ചെയ്തിട്ട് കാണും. ദെൻ നമ്മുടെ ലിക്വിഡ് മെർക്കുറിയും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ ചേർന്ന ഈ രീതിയിലാണ് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് ഇരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് അനദർ ഹാഫ് സെൽ. അപ്പോൾ ഇതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? KCl സാച്ചുറേറ്റഡ് കലോമ KCl അതിനകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ KCl എ സാച്ചുറേറ്റഡ് സിംഗിൾ ബാർ Hg2Cl2 ഇൻ സോളിഡ് സ്റ്റേറ്റ് Hg ഇൻ ലിക്വിഡ്. ഇത്രയും കാര്യങ്ങൾ അതെല്ലാം കൂടെ ഇപ്പം നമ്മുടെ അനദർ ഹാഫ് സെല്ലായി. അപ്പോൾ നമ്മൾ ഈ 2 ഹാഫ് സെല്ലുകളുടെ കാര്യം ഇവിടെ പറഞ്ഞ എന്തിനാണ്? ഹൈഡ്രജൻ ഇലക്ട്രോഡും പറഞ്ഞു, കലോമൽ ഇലക്ട്രോഡും പറഞ്ഞു. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് pH കണ്ടുപിടിക്കണം യൂസിങ് ദീസ് 2. എങ്ങനെ ചെയ്യാം? ഓക്കെ, നമ്മൾ pH കണ്ടുപിടിക്കാനായിട്ട് ഇവ രണ്ടുപേരെയും കൂടെ എടുത്ത് 2 ഹാഫ് സെല്ലുകളെ അങ്ങ് കപ്പിൾ ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് നമ്മൾ അതിൻ്റെ EMF മോണിറ്റർ ചെയ്യും. EMF പൊട്ടൻഷ്യോമെട്രിക്കലി നമ്മൾ മോണിറ്റർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഈ 2 ഹാഫ് സെല്ലുകളെ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയും നമ്മുടെ കലോമൽ ഇലക്ട്രോഡിനെയും കൂടെ കപ്പിൾ ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന സെല്ലിൻ്റെ EMF പൊട്ടൻഷ്യോമെട്രിക്കലി മോണിറ്റർ ചെയ്തിട്ട് കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും ഒക്കെ കൂടെ വരുത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് pH കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ആ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെ വരും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമ്മുടെ എന്താണ് നോക്കിയേ, രണ്ടും ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഇലക്ട്രോഡും ഉണ്ട്, നമ്മുടെ കലോമൽ ഇലക്ട്രോഡും ഇരിപ്പുണ്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ ആ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് മറ്റേ നേരത്തെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു അക്വസ് സൊല്യൂഷനിലാണ്. H+ അയോണുള്ള അക്വസ് സൊല്യൂഷനകത്തേക്കാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയും ഈ കലോമൽ ഇലക്ട്രോഡിനെയും കൂടെ നിങ്ങൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം മറ്റേനകത്ത് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മൾ 1 മോളാർ H+ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ആ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദ സൊല്യൂഷൻ ഓഫ് അൺനോൺ pH അല്ലെങ്കിൽ അതിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാത്ത ഒരു അക്വസ് സൊല്യൂഷനകത്തേക്ക് നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയും ദിസ് കലോമൽ ഇലക്ട്രോഡിനെയും കൂടെ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ EMF പൊട്ടൻഷ്യോമെട്രിക്കലി മോണിറ്റർ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ സെല്ലിൻ്റെ ടോട്ടൽ കംപ്ലീറ്റ് സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ അല്ല, സെൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നേരത്തെ എഴുതിയതും രണ്ടും കൂടെ ചേർത്ത് എഴുതുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ ഡിഫറൻസ് മാത്രം ഇതിനിടയിൽ വരും. എങ്ങനെയാണ്? ആദ്യം ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ എഴുതിയേ Pt(H2) ഗ്യാസ് ഇൻ 1 atmosphere. ഇവിടെ അത് തന്നെ 1 atmosphere പ്രഷറിൽ ഗ്യാസ് പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മറ്റേ വരും, ഞാൻ ഇവിടെ അതിനകത്ത് അതൊന്നും എഴുതിയില്ലാന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ സിംഗിൾ ബാർ H+, നേരത്തെ നമ്മൾ 1 മോളാർ ആയിരുന്നു, പക്ഷേ ഇവിടെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും അൺനോൺ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഡബിൾ ബാർ KCl ഇൻ സാച്ചുറേറ്റഡ്, ഓക്കെ, ദെൻ സിംഗിൾ ബാർ Hg2Cl2 സോളിഡ് Hg. ഓക്കെ, ആ ഡബിൾ ബാർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം എന്തിനാണ്? സോൾട്ട് ബ്രിഡ്ജ്. അപ്പം ഈ രീതിയിലായിരിക്കും നമ്മൾ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച ശേഷം pH കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് അൺനോൺ സൊല്യൂഷൻസിൻ്റെ pH പൊട്ടൻഷ്യോമെട്രിക്കലി ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഇനി ഇത് കുറച്ച് കാര്യം കൂടെ നിങ്ങൾ അറിയണം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് EMF കണ്ടുപിടിക്കണം. എങ്ങനെയാണ് സെല്ലിൻ്റെ EMF കിട്ടുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? E സെൽ ഇസ് ഈക്വൽ ടു E കലോമൽ മൈനസ് E ഹൈഡ്രജൻ. ഓക്കെ, പഠിക്കണം. ദെൻ അതുപോലെ തന്നെ ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഹൈഡ്രജൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഈ ഹൈഡ്രജൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു നേൺസ്റ്റ് ഇക്വേഷൻ. ദെൻ നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ അത് നമ്മളിവിടെ ഇതിനകത്തേക്കൊന്ന് മോഡിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ്? ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു E0 ഹൈഡ്രജൻ പ്ലസ് 2.303 RT/NF ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, നിങ്ങൾ ഈ 2 ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ നേൺസ്റ്റ് ഇക്വേഷൻ, ശരിക്കും നേൺസ്റ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയെന്നൊക്കെ. പക്ഷെ നമ്മുടെ ഉദ്ദേശം നമുക്ക് pH കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടൊന്നും ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് തൽക്കാലം
ഈ നേൺസ്റ്റ് ഇക്വേഷൻ വേണം. നിങ്ങൾ ആ നേൺസ്റ്റ് ഇക്വേഷനും നമ്മളിൽ പറഞ്ഞിരിക്കുന്ന സെൽ EMF കണ്ടുപിടിക്കേണ്ട ഇക്വേഷനും ഈ രണ്ടും പഠിച്ചു വയ്ക്കുക. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ ഹൈഡ്രജനിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ്റെ വാല്യൂ എത്ര വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കലോമൽ മൈനസ് ഈ ഹൈഡ്രജൻ അല്ലേ? ഇതുപോലെ തന്നെ നമ്മൾ വേറൊരെണ്ണം കൂടെ പറഞ്ഞു. ഏതാണ്? നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ. എന്താ നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ? ഈ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു E0 ഹൈഡ്രജൻ പ്ലസ് 2.303 RT by NF ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കണം, ഇത് മറന്നുപോയത്. ഇനി നമുക്കിത് വെച്ചിട്ട് വേണം നമ്മുടെ pHയിലേക്ക് എത്തിക്കാൻ. നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് അറിയാം, ഇനി വെൻ ദി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 that is equal to 0 ഇത് 0 ആവുകയും അതുപോലെ തന്നെ n is equal to 1 at 298 Kelvin. 298 Kelvinലെ E0 is equal to 0 and n is equal to 1 ആയാൽ നമ്മുടെ ഈ ഇക്വേഷനെ നമുക്കൊന്നും മാറ്റാം. എന്തായിട്ട് മാറും? ഇവിടെ ഈ ഹൈഡ്രജൻ is equal to E0 ഹൈഡ്രജൻ പ്ലസ് നമ്മുടെ 2.303 RT by NF ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ലെ ഈ ടേം എന്തായിട്ട് മാറും? ഇത് 0 ആയിട്ട് മാറും അല്ലേ? നമ്മളിവിടെ 0 ആണെന്ന് പറഞ്ഞു. Therefore, ഈ ഹൈഡ്രജൻ is equal to 2.303 RT by NF ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, ഇത്രയും നമ്മൾ മനസ്സിലാക്കി. ഇതവിടെ ഇരുന്നോട്ടെ. ദിസ് ഈസ് ഈ ഹൈഡ്രജൻ. ഓക്കെ, ദിസ് ഈസ് ഈ ഹൈഡ്രജൻ. ഇനി നമുക്ക് ഇതിനകത്ത് ചില ടേമുകൾ അറിയണം. എന്താണ് ഇത്? ഈ നോൺസ്റ്റ് ഇക്വേഷനകത്ത് R എന്ന് പറയുന്നത്, R ഈസ് ദി ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാവോ? ദാറ്റ് ഈസ് 8.314 ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ നമ്മുടെ ടെമ്പറേച്ചർ നമ്മളിവിടെ പറഞ്ഞു എത്രയാണ്? അറ്റ് 298 Kelvin. ഓക്കെ, ദെൻ n is equal to 1. അതും നമ്മളിവിടെ പറഞ്ഞു. ദെൻ അപ്പോൾ ഇതും ഓക്കെ. ഇനി ഒരാളിവിടെ ഉണ്ട് എഫ്. വാട്ട് ഈസ് എഫ്? എഫ് എന്ന് പറയുന്നത് ഫാരഡേയ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 95484.56. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാമായി FI N T ആൻഡ് R ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മുടെ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതെങ്ങനെയായിട്ട് മാറും? അപ്പോൾ therefore 2.303 RT by NF ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ വാല്യൂസ് എല്ലാം കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2.303 ഇൻറ്റു R 8.314 ഇൻറ്റു T എത്ര? 298 Kelvin. ദാറ്റ് ഈസ് 298 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? 1 ഇൻറ്റു ഫാരഡേയ്സ് കോൺസ്റ്റൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ 95484.56. ഇതെത്ര വരും എന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.0597 സംതിങ് ആ രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ കിട്ടിയ വാല്യൂവിനെ നമ്മുടെ ഈ ഹൈഡ്രജൻ്റെ ഇക്വേഷനില്ലേ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore നമ്മുടെ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0.0597 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഈ രീതിയിലേക്ക് ഇത് മാറി കിട്ടി. ഇങ്ങനെ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക്
വേറൊരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ പി എച്ചിൻ്റെ ഇക്വേഷൻ? എന്താ പി എച്ചിൻ്റെ ഇക്വേഷൻ? പി എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? മൈനസ് പി എച്ച്. അപ്പോൾ ഇതിന് പകരം ഈ മൈനസ് പി എച്ചിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ദെൻ ഈ ഹൈഡ്രജൻ is equal to 0.0597 into minus pH. അപ്പോൾ നമ്മുടെ ഇതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 0.0597 ഇൻറ്റു പി എച്ച്. അപ്പം നമ്മുടെ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയായി, തീർന്നിട്ടില്ല. ഇനി നമ്മളൊരു ഇക്വേഷൻ ഫസ്റ്റ് പഠിച്ചു. ഇത് ഇ സെൽ ഇസ് ഈക്വൽ ടു ഈ കലോമൽ മൈനസ് ഈ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജന് പകരം നമുക്ക് ഇപ്പം കിട്ടിയ ഈ വാല്യൂവിനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കലോമൽ മൈനസ് നമ്മുടെ ഈ ഹൈഡ്രജൻ എന്നായിരുന്നു. അപ്പോൾ മൈനസ് 0.0597 into pH. That is equal to E calomel plus 0.0597 into pH. അപ്പോൾ ഈ കലോമലായി ഈ സെൽ is equal to E calomel plus 0.0597 into pH. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഒരു പി എച്ചിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്കതിൽ നിന്ന് പി എച്ച് എങ്ങനെ എഴുതാം? ദെയർഫോർ പി എച്ച് ഇസ് ഈക്വൽ ടു ഈ സെൽ മൈനസ് ഈ കലോമൽ ഡിവൈഡഡ് ബൈ 0.0597. അപ്പം നമ്മുടെ പി എച്ചിൻ്റെ ഇക്വേഷൻ ആയില്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പി എച്ച് കണ്ടുപിടിക്കേണ്ടത്. ഇ എം എഫ് കിട്ടിയാൽ പി എച്ച് കണ്ടുപിടിക്കേണ്ടത് ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ദിസ് വൺ തീർന്നില്ല, ഇനിയുണ്ട് നമ്മുടെ നോൺസ്റ്റ് ഇക്വേഷൻ, പിന്നെ സെല്ലിൻ്റെ ഇക്വേഷൻ. ഇത്രയും ഇക്വേഷൻസ് ഇതിനകത്തുനിന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇതിൻ്റെ ഈ ഡെറിവേഷനും ഇത് തന്നിരുന്നാൽ ഇതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ പി എച്ച് കണ്ടുപിടിക്കാം എന്നുള്ളതും ഇതും ഈ ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസും കൂടെ ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്ത എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയവരെണ്ണം. A cell formed by coupling hydrogen electrode with a standard calomel electrode shows an EMF of 0.460 volt. Calculate the pH of the solution if the electrode potential of the calomel electrode is 0.246 volt. ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് തനിയെ ചെയ്ത് നോക്കിയേ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. എന്താ തന്നിരിക്കുന്നതെന്ന് വായിച്ചു നോക്കിയേ. എ സെൽ ഫോംഡ് ബൈ കപ്ലിംഗ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡ് ഷോസ് ആൻ EMF ഓഫ് 0.460 വോൾട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയും വലുത് കണ്ടാലും പേടിക്കേണ്ട. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കി എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ഈ സെല്ല് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൽ ഇസ് ഈക്വൽ ടു 0.460 വോൾട്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് ദ സൊല്യൂഷൻ ഇഫ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ കലോമൽ ഇലക്ട്രോഡ് ഈസ് 0.246 വോൾട്ട്. അപ്പോൾ കലോമൽ ഇലക്ട്രോഡിൻ്റെതും തന്നിട്ടുണ്ട്. ഈ കലോമൽ ഇസ് ഈക്വൽ ടു 0.246 വോൾട്ട്. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാൻ അറിയത്തില്ലേ? നമ്മളിപ്പോൾ ഇനി എന്താ തന്നിരിക്കുന്നത്? കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ പി എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചതാ. എന്താ? പി എച്ച് ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ? പി എച്ച് ഇസ് ഈക്വൽ ടു ഈ സെൽ മൈനസ് ഈ കലോമൽ ഡിവൈഡഡ് ബൈ 0.597.
0.597. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ അല്ലേ ഇത്, ഇ സെൽ മൈനസ് ഇ കലോമൽ ഡിവൈഡഡ് ബൈ 0.0597. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സെൽ എന്ന് പറയുന്നത് എത്രയാണ് 0.460 മൈനസ് 0.246 ഡിവൈഡഡ് ബൈ 0.0597. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5846 സംതിങ്, ഈ രീതിയിലൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഈ സെല്ലും ഈ കലോമലും തന്നിരുന്നാൽ നമ്മുടെ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, pH കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ രീതിയിലെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് the pH of the electrolyte solution used in the hydrogen electrode in the following cell. സെല്ലാ തന്നിരിക്കുന്ന പോലെ എല്ലാവരും ഒന്ന് എടുത്തെഴുതിയേ. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഈ സെൽ അറ്റ് 25 degrees Celsius is equal to 0.830 volt and ഈ കലോമൽ at 25 degrees Celsius is equal to 0.280 volt. ദെൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റൂലേ? നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ pH ഓഫ് ദി ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ യൂസ്ഡ് ഇൻ ദ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇൻ ദ ഫോളോയിങ് സെൽ. അപ്പം നമുക്ക് ഇവിടെ ഒരു സെൽ തന്നിട്ടുണ്ട്. ഓക്കെ, സെല്ല് മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? ഈ സെൽ അറ്റ് 25 degrees Celsius is equal to 0.830 വോൾട്ട്. അതുപോലെ ഈ കലോമലും തന്നിട്ടുണ്ട് 0.280 വോൾട്ട്. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഒരു സെല്ല് തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് pH തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്. pHൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? pH is equal to ഈ സെൽ മൈനസ് ഈ കലോമൽ ഡിവൈഡഡ് ബൈ 0.0597 ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? നമ്മുടെ ഈ സെല്ല് 0.830 മൈനസ് ഈ കലോമൽ എത്രയാണ് വന്നിരിക്കുന്നത്? 0.280 ഡിവൈഡഡ് ബൈ 0.0597. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വാല്യൂ എത്ര കിട്ടും ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.2127. ഓക്കെ, ഈ രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് pH കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ സെല്ല് തന്നിരുന്നാലും ഈ തന്നിരിക്കുന്ന ടേംസ് നമുക്ക് അപ്ലൈ ചെയ്ത് അതിനകത്തുനിന്ന് pH കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ പ്രോബ്ലം വന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ EMF മെത്തേഡിൽ എങ്ങനെ pH കണ്ടുപിടിക്കാം, അതിനകത്ത് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതുപോലെ കലോമൽ ഇലക്ട്രോഡ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതുപോലെ ഒരു 3-4 ഇക്വേഷൻസ് നമ്മളിന്ന് പഠിച്ചത് അതെല്ലാം ഓർത്ത് വെച്ചേക്കണം. അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്